സാധാരണക്കാരുടെ കീശ കീറി പച്ചക്കറി വില. 1 കിലോ വലിയ മുളകിന് വില 400 അടുക്കുമ്പോൾ സെഞ്ചുറി അടിക്കാൻ ഒരുങ്ങുകയാണ് ചെറിയ ഉള്ളി. കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കുന്നതിൽ തക്കാളി മാത്രമല്ല ഇപ്പോൾ വില്ലൻ. ഇഞ്ചോടിഞ്ച് മത്സരിക്കുകയാണ് ഇഞ്ചിയും പച്ചമുളകും ചെറിയ ഉള്ളിയുമൊക്കെ. മുളകിന്റെ വില കേട്ടാൽ തന്നെ സാധാരണക്കാരന്റെ കണ്ണു നിറയും. തൊണ്ടൻ മുളക് കിലോയ്ക്ക് 350 മുതൽ 400 വരെയാണ് വില. പച്ചമുളകിന് 110 രൂപ. സെഞ്ചുറിയുടെ നിറവിലാണ് ചെറിയ ഉള്ളി. കുത്തനെ ഉയർന്ന തക്കാളി വില ഒട്ടും കുറഞ്ഞിട്ടില്ല. ഇഞ്ചി വില 2 ആഴ്ചയായി 200-ന് മുകളിലാണ്. ബീൻസിനും ക്യാരറ്റിനും വെണ്ടയ്ക്കുമൊക്കെ ഇപ്പോഴും പൊള്ളും വില തന്നെ. വിപണിയിലെ വില പിടിച്ചു നിർത്താൻ സർക്കാർ സംവിധാനങ്ങളും പരാജയപ്പെടുകയാണ്. ഒരിനം സാധനം പല ഗുണനിലവാരത്തിൽ തോന്നിയ വിലയ്ക്ക് വിൽക്കുമ്പോൾ ഹോർട്ടികോർപ്പിലും വില കുതിച്ചുയരുകയാണ്. എന്തു ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുന്നത് സാധാരണക്കാരും. ഐശ്വര്യാനിൽ, ന്യൂസ് 18, തിരുവനന്തപുരം. ഒരുപാട് രാഷ്ട്രീയ വിവാദങ്ങൾ സംഭവിക്കുമ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിൽ ഭരണകൂടം രാഷ്ട്രീയക്കാർ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയമായി ഈ പച്ചക്കറി വില മാറുകയാണ്. കാരണം സാധാരണക്കാരന്റെ നട്ടലൊടിയുന്ന തരത്തിലാണ് ഇപ്പോൾ വില. പച്ചക്കറികൾക്കെല്ലാം നമുക്ക് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വിലക്കയറ്റം ഇപ്പോൾ സംഭവിക്കുന്നു. ഇടപെടൽ ഉണ്ടാകുന്നില്ല. സാധാരണ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സർക്കാർ സംവിധാനങ്ങൾ ഉണരേണ്ടതാണ്. ഈ ഹോർട്ടികോർപ്പ് വഴിയൊക്കെ കൂടുതൽ വില കുറച്ച് പച്ചക്കറി വിൽക്കേണ്ടതാണ്. പക്ഷേ ഇത്തവണ ഇതൊന്നും അറിഞ്ഞ മട്ടില്ല സർക്കാരിന്. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കണം. ഡാനി പോൾ എറണാകുളം മാർക്കറ്റിലുണ്ട്. ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനും ചേരുന്നുണ്ട്. ആദ്യം ഡാനിയിലേക്ക്. ഡാൻ, കൊച്ചി പ്രധാനപ്പെട്ട ഒരു വാണിജ്യ നഗരമാണ്. ഒരുപാട് ആളുകൾ വന്ന് താമസിക്കുന്നുണ്ട്. ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളുള്ള ഒരു പ്രദേശമാണ്. മോളുകളുടെയും കേന്ദ്രം കൂടിയാണ്. പക്ഷെ അപ്പോഴും സാധാരണക്കാർ ആശ്രയിക്കുന്ന ഈ പച്ചക്കറി കടകളിലും മറ്റും അവർ ചെല്ലുമ്പോൾ തന്നെ കേൾക്കുന്ന വില ഞെട്ടിപ്പിക്കുന്നതാണ്. എന്താണ് അവരുടെ ഒരു പ്രതികരണം? ഏതെങ്കിലും തരത്തിൽ ഈ വില പിടിച്ചു നിർത്താൻ ഇടപെടൽ ഉണ്ടാകുന്ന സാഹചര്യം ഒരുങ്ങുന്നുണ്ടോ? രഞ്ജിത്ത, നിലവിൽ ഒരു സാഹചര്യവും അത്തരത്തിലില്ല. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളിലധികമായി നമ്മളിവിടേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ എറണാകുളം മാർക്കറ്റിൻ്റെ ആ പരിസരത്താണ്. ഇവിടെയുള്ള ചില്ലറ വിൽപ്പനശാലകളും മറ്റും ഉള്ള സ്ഥലങ്ങളാണ്. ഇവിടെ ഇപ്പോൾ ഈ പച്ചക്കറി എന്ന് പറയുന്നത് എന്ത് തെരഞ്ഞ് വില കുറച്ച് എന്ത് കിട്ടും എന്നൊരു ആശങ്ക ഇവിടേക്ക് വരുമ്പോഴുള്ള, കാരണം ഇപ്പോൾ ഒരു 100 രൂപ ഒരു അടിസ്ഥാന വിലയിൽ തന്നെയാണ് പലതും തന്നെ തുടങ്ങുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു 200 രൂപ സാധാരണഗതിയിൽ ഒരു ബജറ്റിൽ വാങ്ങാനായിട്ട് എത്തുന്നവർ, അല്ലെങ്കിൽ ആ ഒരു പൈസ കണ്ടിട്ട് ഒരു കുടുംബ ബജറ്റിൽ ഇന്ന് ഇത്ര കറിക്ക് ഇത്തരം സാധനങ്ങൾ വാങ്ങാമെന്ന് പറഞ്ഞ് എത്തുന്നവരുടെ അത്തരം ഒരു കണക്കുകൂട്ടലുകളൊന്നും ഇവിടേക്ക് എത്തുകയില്ല. ഇപ്പോൾ തക്കാളി പൊറുക്കുന്നു. കാരണം തക്കാളിയുടെ വില എന്ന് പറയുന്നത് 100 രൂപയിൽ അധികമാണ്. അപ്പോൾ ആ രീതിയിലേക്ക് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഒരു ബജറ്റ് മനസ്സിൽ കൊണ്ടുവന്ന് ഇവിടേക്ക് എത്തുകയാണെങ്കിൽ എങ്ങും എത്താത്തൊരവസ്ഥയാണ്. നമുക്കൊപ്പം ഇവിടെ ഈ കടയിൽ സാധനങ്ങൾ വാങ്ങാനായിട്ട് വന്ന പലരും തന്നെ ഇവിടെയുണ്ട്. എങ്ങനെ ഇന്ന് എത്ര രൂപയുടെ ഒരു സാധനങ്ങളുണ്ടായിരുന്നു? ഇന്നൊരു 250 രൂപയുടെ സാധനം മേടിച്ച്, പക്ഷെ അത് ഒരു 2 ദിവസത്തും കൂടി കിട്ടൂല. എന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ 250 രൂപയുടെ സാധനങ്ങൾ നമുക്ക് മേടിച്ചെങ്കിൽ ഒരാഴ്ച ഉപയോഗിക്കായിരുന്നു. ഇപ്പം അത് പറ്റുന്നില്ല. അപ്പോൾ പല സാധനങ്ങളും നമ്മൾ പച്ചക്കറി, ഇപ്പോൾ ഒരു സാമ്പാർ തന്നെ വെക്കണമെങ്കിൽ പല സാധനങ്ങൾ അത് മാറ്റിക്കൊണ്ടിരിക്കണേ. നല്ലൊരു സാമ്പാർ കൂട്ടാൻ സ്വപ്നം കാണാനേ പറ്റുള്ളൂ, നല്ല സാമ്പാറിലേക്ക് കിടക്കാൻ. അപ്പം അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ച് സാധാരണക്കാർക്കൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. മൊത്തത്തിലൊരു കുടുംബ ബജറ്റ് ആകെ താറുമാറായിരിക്കണേണ്. അത് കുടുംബത്തിലും വിഷയങ്ങളായി മാറിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഒരു സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുമ്പോൾ അതുണ്ടാവില്ല. അതേപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് കിട്ടാത്ത ചോദിക്കുമ്പോൾ അത് സാധനങ്ങളുടെ വില വർധന കാരണം മേടിക്കാത്ത ഒരു ബുദ്ധിമുട്ട്. ഇത്തരം ഈ ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു ഇടപെടൽ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? ഒരു സർക്കാർ ഇടപെടൽ അത്തരം കാര്യങ്ങളൊക്കെ ആവശ്യമാണല്ലോ. വില കൂടുമ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ട്? ആരും എന്താ ഇടപെടാത്ത? ശരിക്കും അങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും ഇടപെടാത്തത് എന്താണെന്നല്ല. ഇപ്പോൾ നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് പ്രതികരിക്കാൻ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളൊരു പേടികളെല്ലാവർക്കും ഉണ്ട് സാധാരണക്കാർ. പക്ഷേ എന്തെങ്കിലും വില കുറയും എന്നുള്ളൊരു ഇതിൽ, പക്ഷേ വില കുറയാൻ സാധ്യതയില്ലെന്നാണ്. ഇപ്പോൾ എല്ലാത്തിനും, ഇപ്പോൾ ഗ്യാസിനാണെങ്കിലും കയറിക്കൊണ്ടിരിക്കണം, പെട്രോളിനും കയറി. അപ്പോൾ അതുകൊണ്ട് സാധാരണക്കാരൻ്റെ ജീവിതം ബുദ്ധിമുട്ട് തന്നെയാണ്. അതിജീവിക്കാവുന്നത് ജീവിച്ചു പോകാം, അത്രേ ഉള്ളൂ. രഞ്ജിത്ത, ഇത് സാധനങ്ങൾ വാങ്ങാൻ വന്നവരൊരു പ്രതികരണമാണത്. ഇതിൽ ഇപ്പോൾ മുളകിന് ഒരു 120 രൂപയിലധികം വില വരുന്നുണ്ട്. പക്ഷേ കച്ചവടക്കാർ പറയുന്നത് മുളകിൻ്റെ വില ഇടയ്ക്കിടയ്ക്കെല്ലാം തന്നെ കൂടുന്നു എന്നതാണ് അവർ പറയുന്നത്. കാരണം അത് ഇടയ്ക്ക് വില കൂടുന്നൊരു സാധനങ്ങളായിട്ടാണ്. ഇത് വാങ്ങിച്ചോ? എങ്ങനെയുണ്ട് വില? എങ്ങനെയുണ്ട്? നല്ല വിലയാണ്. തക്കാളിക്ക് 120 നമ്മുടെ ഒരു ബജറ്റ് തന്നെ മൊത്തം പാടുന്നൊരവസ്ഥയാണ്. അതെ 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 അതെ.
ഇത് തന്നെ ഇവിടേക്ക് വില വാങ്ങാനെത്തുന്നവരുടെ എല്ലാം ഒരു പ്രതികരണം ഇത് തന്നെയാണ്. കാരണം വിലക്കുറവ് ഒന്നിനും തന്നെയില്ല, എല്ലാത്തിനും തന്നെ നല്ല വിലയിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു. അത് ഏത് ഇനം പച്ചക്കറി എടുത്താലും പോലും അത് പൊള്ളുന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ മാറുന്നു. സാധാരണ ഒരു വില നിശ്ചയിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തിയാൽ അതിൽ കാര്യങ്ങളൊന്നും ഒതുങ്ങാത്തൊരവസ്ഥയിലേക്ക് വരും. പക്ഷേ ഇതിനെ ആരെയും തന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. സാധനങ്ങൾ വരുന്നത് വളരെ കുറഞ്ഞിട്ടുണ്ട്. തമിഴ്നാട്ടിലെ മഴയും പ്രതികൂല സാഹചര്യങ്ങളും എല്ലാം തന്നെ ഒരു വിഷയമായിട്ട് തന്നെ അവർ പറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ലഭ്യതക്കുറവ് കാര്യമായിട്ട് തന്നെ വിപണിയിലേക്ക് വന്നിട്ടുണ്ട്. കാര്യമായ രീതിയിൽ കേരളത്തിൽ നിന്ന് പ്രധാനമായും ഇത്തരത്തിൽ ഉത്സവ സീസണാണ് ഡാനി, ഉത്സവ സീസണാണ്. പെരുന്നാളിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആഘോഷം നടക്കുന്ന പശ്ചാത്തലമുണ്ട്. ഈ ഓണം അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വില ഈ സാധാരണ ഓണത്തോട് തൊട്ടെടുക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വില വർധനം ഉണ്ടാകുന്നത്. അതിന് കാരണമായി വ്യാപാരികൾ പറയുന്ന അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും പച്ചക്കറി ഇങ്ങോട്ട് വരുന്നില്ല, ഇവിടെ ഉൽപ്പാദനമില്ല, അന്യ സംസ്ഥാനങ്ങളിൽ വില കൂടുതലാണ് എന്നുള്ളതാക്കാണ്. പക്ഷേ കുറച്ചുകൂടി നേരത്തെ തന്നെ ഈ തന്ത്രം ഉപയോഗിക്കുകയാണോ? ഈ അന്യ സംസ്ഥാനങ്ങളിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പച്ചക്കറി കൃഷിക്ക് ഇങ്ങോട്ട് വരാത്ത വിധത്തിലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ? ഈ വ്യാപാരികൾ ഈ വില കൂടുതലിന് കാരണമായി പറയുന്ന പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് പ്രധാനമായും തന്നെ പച്ചക്കറികൾ എത്തുന്നില്ല എന്നൊരു കാരണം തന്നെയാണ് ഇവർ പ്രധാനമായും തന്നെ പറയുന്നത്. കാരണം തമിഴ്നാട്ടിലടക്കമുള്ള ഒരു സാഹചര്യങ്ങളുണ്ട്. ചേട്ടാ, എന്താണ് ഇത്തരം ഒരു വില കൂടാനുള്ളൊരു കാര്യം? വില കൂടാൻ സാധനങ്ങൾ അവിടെ വന്നത് കുറവാണ്. അത് തന്നെ അവിടെ സാധനങ്ങളില്ല, അതുകൊണ്ടാണ് ഇവിടെ വില കൂടാൻ കാരണം. തമിഴ്നാട്ടിൽ കാര്യമായിട്ടൊന്നും എത്തുന്നില്ല. പിന്നെ ഒന്നാമത്തെ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സാധനങ്ങൾ മോശമായി പകുതി സാധനങ്ങളായി. അത് തന്നെ കാര്യം. കൂടുതൽ വരുമ്പോൾ കുറയും. കൂടുതൽ പറയുമ്പോൾ എന്തായാലും കുറയുമല്ലോ. എന്ത് സാധനം കൂടിയാലും പിന്നെ അത് കുറയും, എന്തായാലും കുറയും. കുറയാതൊന്നും ഇരിക്കില്ല, ഈ വിലയിൽ തന്നെ നിൽക്കൂല. എന്താണ് ഇന്നിപ്പോ കൂടുതലേതാ? കൂടുതലെന്ന് ഇപ്പൊ തക്കാളിയാണ്. എത്ര രൂപ എത്തി തക്കാളി? ഹോൾസെയിൽ ഞങ്ങൾ ഇപ്പൊ 85-90 വിൽക്കാറുണ്ട്. രഞ്ജിത്ത്, ഇതാണ് കാരണം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച കാരണങ്ങൾ തന്നെയാണ്. തമിഴ്നാട്ടിലെ ഒരു പ്രതികൂല കാലാവസ്ഥ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിൽ തക്കാളിക്ക് വളരെയധികം വില കൂടുന്നു. ഓരോ ദിവസവും എന്ന രീതിയിൽ തന്നെ വില കൂടുന്നു. ഏറ്റവും കൂടുതൽ കറികളിലേക്കും മറ്റും ഉപയോഗിക്കുന്ന ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ അത് കൂടുതലായിട്ട് വില കൂടി വരുന്നു. വില കുറഞ്ഞതായിട്ട് പ്രത്യേകിച്ച് ഒന്നും എടുത്ത് കാണിക്കാനില്ല എന്നത് തന്നെയാണ്. കാരണം എല്ലാ പച്ചക്കറി ഇനങ്ങൾക്കും തന്നെ പൊതുവിൽ വില കൂടുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ള. നേരത്തെ അല്പം മുമ്പ് സംസാരിച്ച ഒരു ക്യാൻറ്റീൻ നടത്തുന്ന ഒരു ജീവനക്കാരൻ അദ്ദേഹം പറഞ്ഞത് അത് നടത്തിക്കൊണ്ട് പോകാൻ കഴിയാത്ത രീതിയിലേക്ക് വരുന്നു. ഒന്നിനും വില കൂട്ടാൻ പറ്റില്ല. കറികൾക്കൊന്നും നിലവിലെ വില കൂടുതലാണ്. അത് ഇനി വില കൂട്ടി വിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് വരുന്നു. വിപണിയിലേക്ക് ആരും തന്നെ ഇടപെട്ടുകൊണ്ട് വില നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ടാണ് ഇത്ര കണ്ട വില കൂടുന്നൊരു സാഹചര്യത്തിലേക്ക് അടക്കം വന്നത്. എല്ലാത്തരം പച്ചക്കറി ഇനങ്ങൾക്കും വില കൂടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. കുടുംബ ബജറ്റുകളുടെ അത്തരം ഒരു അസന്തുലിതാവസ്ഥ തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് സ്കൂളുകൾ തുറന്ന ഒരു സാഹചര്യം. കുട്ടികൾ കൂടുതൽ പച്ചക്കറി ഉച്ചഭക്ഷണത്തിന് കൊണ്ടുപോകുമ്പോൾ കൂടുതലും പച്ചക്കറി സാധനങ്ങൾ തന്നെയാണ് കറികൾക്ക് ഉപയോഗിക്കുന്നത്. അങ്ങനെ കൂടുതൽ സാധനങ്ങൾ ആവശ്യമുള്ള ഒരു സമയത്താണ് വില കൂടുതലേക്ക് വന്നിരിക്കുന്നത്, വളരെ വില കൂടുതലേക്ക് വന്നിരിക്കുന്നത്. ചെറിയുള്ളിയും അതോടൊപ്പം തന്നെ സവാളയും എല്ലാം തന്നെ വലിയ രീതിയിലേക്ക് വിലക്കയറ്റത്തിൻ്റെ പിടിയിലേക്ക് ആയിരിക്കുന്നു. പെട്ടെന്ന് വില കുറയുന്നൊരു സാഹചര്യവും നിലവിലില്ല എന്നത് തന്നെയാണ് ഒരു വസ്തുത. കച്ചവടക്കാർ അത് തന്നെയാണ് പറയുന്നത്. കാരണം തമിഴ്നാട്ടിൽ നടക്കം കൂടുതൽ ഉൽപ്പന്നങ്ങൾ എത്തേണ്ടതുണ്ട്. നിലവിലത്തെ അവിടുത്തെ സാഹചര്യവും അതല്ല, കൂടുതൽ സാധനങ്ങൾ എത്തുന്ന ഒരു സാഹചര്യമല്ല, അത്തരമൊരു കമ്പോള സാഹചര്യമല്ല അവിടെയുള്ളത്. മഴയുണ്ട്, മറ്റു പല കാരണങ്ങളുമുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഉൽപ്പന്നങ്ങൾ എത്താനുള്ള ഒരു സാധ്യത വളരെ കുറവ് തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു വില കുറച്ചുനാൾ കൂടി ഉയർന്ന തോതിൽ തന്നെ തുടരുമെന്ന് തന്നെയാണ് ഇവരും സൂചിപ്പിക്കുന്നത്. രഞ്ജിത്ത്, ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ കൂടി ചെയ്യുന്നുണ്ട്. ഡാൻ, തലസ്ഥാന നഗരം തിരുവനന്തപുരം, നേരത്തെ പറഞ്ഞതുപോലെ കച്ചവട സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട്. കണ്ണിമേര മാർക്കറ്റ് അടക്കമുള്ള പ്രധാന പച്ചക്കറി വ്യാപാര കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. വില മറ്റ് സംസ്ഥാനത്തെ മറ്റു ഭാഗങ്ങളെ പോലെ കുറവൊന്നുമില്ലല്ലോ അല്ലേ? തക്കാളി ഇന്നലെ സെഞ്ചുറി അടിച്ചു, തൊട്ടുപുറകെ ചെറിയുള്ളിയും സെഞ്ചുറിയിലേക്ക് കുതിക്കുന്നു. രഞ്ജിത്ത്, സെഞ്ചുറി അടിച്ചത് മാത്രമല്ല 120 രൂപയാണ് തക്കാളിക്ക് ചാലക്കമ്പോളത്തിലടക്കം കിലോയ്ക്ക് കൊടുക്കേണ്ടി വരുന്നത്. അതോടൊപ്പം ഹോർട്ടിക്കുറപ്പിൽ വില കുറവാണെന്നുള്ള പ്രതീക്ഷയിൽ അവിടേക്ക് എത്തുന്നവർക്ക് 99 രൂപ, 1 കിലോ തക്കാളിക്ക് 99 രൂപയാണ് അവിടെ. അതോടൊപ്പം എടുത്തു പറയേണ്ടത് ഈ പച്ചമുളക്, തൊണ്ടൻ മുളകിന്
350 രൂപ മുതൽ 400 രൂപ വരെയാണ് കടകളിൽ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്, പച്ചക്കറി കടകളിൽ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഇഞ്ചി വില 200 കഴിഞ്ഞിരിക്കുന്നു, ബീൻസിന് 112 രൂപ. അതോടൊപ്പം തന്നെ പയറ്, വെണ്ടയ്ക്ക ഇതടക്കമുള്ള എല്ലാ പച്ചക്കറികൾക്കും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ഉള്ളിയും 100 അടുക്കുകയാണ്. ഇതാണ് സ്ഥിതി. ഇപ്പം പ്രധാനമായും വ്യാപാരികൾ പറയുന്ന കാര്യം ആന്ധ്രാപ്രദേശിലെ ഈ വിജയവാഡയിൽ നിന്നും ചിറ്റൂരിൽ നിന്നും കുർണൂരിൽ നിന്നുമൊക്കെയാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരുന്നത് തക്കാളി അടക്കമുള്ള പച്ചക്കറികൾ. അവിടെ നിന്ന് അത് എത്തുന്നതിൽ ഒരു കുറവ് വന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ബംഗളൂരുവിൽ നിന്ന് തക്കാളി എത്തുന്നതിലും ഗണ്യമായ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാതെ, അല്ലെങ്കിൽ ഇവിടേക്കുള്ള ലഭ്യതയുടെ ഒരു കുറവ് അത് പരിഹരിക്കാതെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വിലക്കയറ്റത്തിന് ഒരു കാരണവശാലും കുറവുണ്ടാകില്ല. അത് മുകളിലേക്ക് തന്നെ കുതിക്കുമെന്ന സൂചനകളാണ് വ്യാപാരികളുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. പക്ഷേ നിലവിൽ സർക്കാരും നിസ്സഹായ അവസ്ഥയിലാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഹോർട്ടികോർപ്പിലെങ്കിലും വിലക്കുറവിൽ സാധനം മേടിക്കാമെന്നോർത്ത് ഹോർട്ടികോർപ്പിലേക്ക് പൊതുമേഖലാ സ്ഥാപനമായ അല്ലെങ്കിൽ സർക്കാർ സംവിധാനമായ ഹോർട്ടികോർപ്പിലേക്ക് എത്തുന്ന ആളുകൾക്കും വലിയ വ്യത്യാസമൊന്നുമില്ലാതെ അവിടെ നിന്ന് പച്ചക്കറി വാങ്ങേണ്ട ഗതികേടാണ് ഇപ്പോഴുള്ളത്.